മമ്മീസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മുടെ രാഗി അല്ലെങ്കിൽ മുത്താരി ഇങ്ങനെ ഡിഫറെൻറ്റ് നെയിംസിൽ വിളിക്കൂലേ, അതെങ്ങനെ അരച്ചിട്ട് കുട്ടികൾക്ക് കുറുക്ക് കൊടുക്കാമെന്നാണ് നോക്കുന്നത്. ഞാൻ പൊതുവെ എൻ്റെ മോന് രാഗിനെ സ്പ്രൗട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ മുളപ്പിച്ച രാഗിനെ പൊടിച്ചിട്ടാണ് കുറുക്കായിട്ട് കൊടുക്കുക. പൊടി തീർന്നു പോയി, അപ്പം ഞാൻ ഇന്ന് അരച്ച കൊടുക്കാമെന്ന് വിചാരിച്ചു. രാഗി നല്ല ന്യൂട്രീഷണൽ വാല്യൂ അടങ്ങിയിട്ടുണ്ടല്ലേ, അയോണും കാൽഷ്യവും വിറ്റാമിൻ എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മൾ സോളിഡ്സ് ആയിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് രാഗിയായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാഗി ഒരു 1-2 വയസ്സ് വരെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അവരുടെ ബോൺ സ്ട്രെങ്ത്തിനും ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ലൊരു ഫുഡാണ്. സോ ഇതെങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. ഞാൻ എൻ്റെ ബേബിക്ക് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ സെപ്പറേറ്റ് സെറ്റ് ഓഫ് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കലും നമ്മൾ യൂസ് ചെയ്ത പാത്രത്തിൽ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കരുത്. ഞാൻ അവന് സിൽവർ പാത്രത്തിലാണ് കേട്ടോ ഫുഡ് കൊടുക്കാറ്. സിൽവർ നല്ല ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും നോൺ ടോക്സിക്കും ഒക്കെയാണ്. അത് സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, മക്കൾക്ക് നല്ലതാണ്. ഇതവന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. ഞാൻ ഒരു ഗ്ലാസും സ്പൂണും ഒരു പ്ലേറ്റാണ് സിൽവറിൻ്റെ വാങ്ങിയത്. എപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ISIൻ്റെ സ്റ്റീൽ പാത്രങ്ങൾ അല്ലെങ്കിൽ മൺചട്ടിയിൽ ഫുഡ് ഉണ്ടാക്കാൻ നോക്കുക. ഞാനൊരു 2 സ്പൂൺ റാഗി സീഡ്സ് എടുത്തിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഡേ വീണ്ടും നല്ല വെള്ളത്തിൽ 3-4 ടൈംസ് വാഷ് ചെയ്യാം. റാഗീനെ 5-6 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചാലും മതി. ഇനി മിക്സിയിൽ ഇത് അരച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ബ്ലെൻഡർ യൂസ് ചെയ്താലും മതി. എപ്പോഴും യൂസ് ചെയ്യാത്തൊരു ജാറിൽ അരച്ചെടുക്കാവും നല്ലത്. ഞാൻ ഇനി വാഷ് ചെയ്ത റാഗി സീഡ്സ് ജാറിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കുക. റാഗി അത്യാവശ്യം നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു രീതിയിൽ നന്നായി അരച്ചെടുക്കാം. ഇനി അരിപ്പയിൽ കുറച്ച് റാഗിയുടെ തവിട് ബാക്കി ഉണ്ടാവുമല്ലോ, അത് ഒന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ നമുക്കൊരു 2-3 തവണ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല റാഗിയുടെ പാല് കിട്ടും. ഇങ്ങനെ 2-3 തവണ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. റാഗിയുടെ ഓൾമോസ്റ്റ് എല്ലാ തവിടും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി കുറച്ച് തവിടേ ബാക്കി ഉണ്ടാവുള്ളൂ. ഈ റാഗി പാൽ ഒരു 2-3 ഡേയ്സ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി റാഗി പാൽ സോസ് പാനിൽ ഒഴിക്കുക. ഞാനിവിടെ പനക്കൽക്കണ്ടം മുറുക്കിയിരിക്കുകയാണ് കേട്ടോ. അതിന് ആവശ്യത്തിലുള്ള പനക്കൽക്കണ്ടം എടുത്തിട്ട് പാലിൽ മിക്സ് ചെയ്യാം. നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. കൈ എടുക്കാതെ ഇളക്കുക. റാഗി പാല് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പഴമോ അല്ലെങ്കിൽ ആപ്പിളോ ഇതിൽ മിക്സ് ചെയ്യാം.